ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മഞ്ഞു പെയ്യുന്ന തണുതണുത്ത രാവിൽ ആടുകളെ രാത്രികാലങ്ങളിൽ മേയിച്ചുകൊണ്ടിരുന്ന ഇടയന്മാർക്ക് വാനവദൂത സംഘം നൽകിയ മനോഹര സന്ദേശം. സന്മനസ്സുള്ളവർക്ക് സമാധാനവും എളിയവർക്ക് സന്തോഷവും നൽകാൻ പിറന്ന ഈശോയുടെ തിരുജനനത്തിൻ്റെ മനോഹര വാർത്ത. ഉണ്ണീശോയെ വരവേൽക്കാൻ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുങ്ങുന്ന ഈ വേളയിൽ ഈശോയെ കാണാൻ വന്ന 3 ജ്ഞാനികളോടൊപ്പം നമുക്കും പുൽക്കൂട്ടിലേക്ക് പോകാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ച അർപ്പിച്ചു. പൗരസ്ത്യദേശത്ത് നിന്ന് വന്ന ഈ ജ്ഞാനികളെ കാലം മെൽക്കിയോർ, കാസ്പർ, ബൽത്താസർ എന്ന പേര് വിളിച്ചു. ഈ പൂജ്യരാജാക്കന്മാർ ഈശോയ്ക്ക് കാഴ്ചവെച്ച നിക്ഷേപ പാത്രങ്ങൾ ഒന്നിലെ പൊന്നിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചിന്തകൾ. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി ഈശോ ഇസ്രായേൽ ജനം നൂറ്റാണ്ടുകളായി കാത്തിരുന്ന രക്ഷകനും മിശിഹായുമായിരുന്നു. കാലങ്ങളായുള്ള പ്രവാചക വചനങ്ങളുടെ പൂർത്തീകരണം കൂടിയായിരുന്നു ആ ദിവ്യ ശിശു. പുൽക്കൂട്ടിലെ ആ പൈതലിൻ്റെ മുന്നിൽ കാഴ്ചവെച്ച പൊന്ന് ദിവ്യനാഥന്റെ രാജത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. നസ്രത്ത് എന്ന പട്ടണത്തിലെ മറിയം എന്ന കന്യകയുടെ അടുത്ത് വന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ വചനങ്ങൾ ഈ അവസരത്തിൽ നമുക്ക് ഒന്ന് ഓർമ്മിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 32-33 തിരുവചനങ്ങൾ. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ല. മറിയത്തിൽ നിന്ന് ജാതനാകുന്ന ശിശു രാജാവായിരിക്കുമെന്ന് മാലാഖ വ്യക്തമാക്കുന്നുണ്ട്. യഹൂദജനം വിശ്വസിച്ചിരുന്നതും മിശിഹ പ്രതാപവാനായ ഒരു രാജാവായിരിക്കും എന്ന് തന്നെയാണ്. ഈ ലോകത്തിൽ ഒരു പുതിയ രാജ്യം സ്ഥാപിച്ച് സർവപ്രതാപത്തോടും ഐശ്വര്യത്തോടും കൂടി വാഴുന്ന ഒരു രാജാവിനെ അവർ സ്വപ്നം കണ്ടിരുന്നു. അവരുടെ ഈ സ്വപ്നത്തിന്റെ അടിസ്ഥാനം പഴയ നിയമ പ്രവാചനങ്ങളായിരുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേലിന്റെ ഭാവി രാജാവിനെ പറ്റി പറയുന്നുണ്ട്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. 9-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കായി ജനിച്ചിരിക്കുന്ന ശിശു സമാധാനത്തിന്റെ രാജാവെന്ന് വിളിക്കപ്പെടുമെന്നും ദാവീദിന്റെ സിംഹാസനത്തിലും രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണെന്നും അവൻ നീതിയിലും ധർമ്മത്തിലും ജനത്തെ പാലിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ ജെസ്സിയുടെ കുറ്റിയിൽ നിന്ന് കിളിർത്തു വരുന്ന നീതിനിഷ്ഠനായ രാജാവിനെ പറ്റി പറയുന്നു. ജെറമിയ 23:5 ദാവീദിന്റെ വംശത്തിൽ നിന്ന് മുളപ്പിക്കുന്ന നീതിയുടെ ശാഖ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യുന്നുവെന്നും അവൻ നീതിയും ന്യായവും നടപ്പാക്കുമെന്നും വ്യക്തമാക്കുന്നു. യേശയ്യാ 16:5 കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടുമെന്നും നീതി അന്വേഷിക്കുകയും നീതിപൂർവ്വം വിധിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവീദിന്റെ കൂടാരത്തിലെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്നും പറയുന്നു. യേശയ്യാ 22:22 ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കുമെന്നും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല എന്നും പറയുന്നു. ഐശ്വര്യപൂർണമായ ഒരു ഭാവി ജനത്തിനുണ്ടാകുമെന്ന് യേശയ്യാ 35 പറയുന്നു. അന്ധർ കാണുകയും ബധിരർ കേൾക്കുകയും മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടുകയും മൂകൻ സംസാരിക്കുകയും ചെയ്യുന്ന സമയം വരുമെന്നും നാം വായിക്കുന്നു. യേശയ്യാ 61:1-2 തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ ആത്മാവുള്ളവനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ വരുന്നവനുമായ ഒരുവനെക്കുറിച്ച് ജനം കേൾക്കുന്നു. ബാറൂക്ക് 4:21 ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവത്തെപ്പറ്റിയും സക്രിയ 9:8 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ വരാനിരിക്കുന്ന രാജാവ്
വിനയാന്വിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് വരുമെന്നും സെഫാനിയ 3:9 രക്ഷയുടെ വാഗ്ദാനത്തെക്കുറിച്ചുള്ള പരാമർശവും ഇസ്രായേലിന്റെ രാജാവായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യേ ഉണ്ടെന്നും മിക്ക 5:2 ബേത്ലഹേം എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടുന്നുവെന്നും ഒബാദ്യ 1:21 ആധിപത്യം കർത്താവിൻ്റെതായിരിക്കുമെന്നും പരാമർശിക്കപ്പെടുന്നു. ഇപ്രകാരം പഴയ നിയമ പ്രവചനങ്ങളിലൂടെ തങ്ങളുടെ അടിമത്തത്തിൽ നിന്നും മോചിക്കുന്ന ഒരു രാജാവിനെ യഹൂദജനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു രാജാവ് ഭൂമിയിൽ അവതരിക്കുകയാണ്. പുതിയ നിയമത്തിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം 14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിനു ശേഷം യേശുവിനെ രാജാവായി വാഴിക്കാൻ ജനങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ യേശുവിൻ്റെ നഗരപ്രവേശനവും ദേവാലയ ശുദ്ധീകരണവും നാം കാണുന്നു. എന്നാൽ തൻ്റെ രാജ്യത്വം സഹനത്തിൻ്റേതാണെന്ന് വെളിവാക്കിക്കൊണ്ട് വിചാരണവേളയിൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. തൻ്റെ രാജ്യത്വം ഈ ലോകത്തിൻ്റേതല്ലെന്നും അത് ശുശ്രൂഷയുടെയും സ്വയം സമർപ്പണത്തിൻ്റെയുമാണെന്നും അവിടുന്ന് വെളിപ്പെടുത്തി. പൂജ്യരാജാക്കന്മാർ പുൽത്തൊട്ടിലിൽ കാഴ്ചവെച്ച പൊന്ന് ഈശോയുടെ സർവ്വരാജ്യത്വത്തെ വാഴ്ത്തുമ്പോൾ ഈ ഭൂമിയിലല്ല സ്വർഗരാജ്യത്തിലെ പ്രത്യാശ വയ്ക്കുവാൻ രാജാവായ മിശിഹായോടൊപ്പം നിത്യമായി സ്വർഗത്തിൽ വാഴാൻ നമുക്ക് ഓരോരുത്തർക്കും യത്നിക്കാം. അതിനായി ദൈവം നമുക്ക് കൃപ തരട്ടെ. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശോ നമ്മെ അതിന് അനുഗ്രഹിക്കട്ടെ.